നാളെ എൻ്റെ എക്സിൻ്റെ കല്യാണമാണ്, എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? എക്സ് കല്യാണം കഴിക്കും, നീ ബിരിയാണി കഴിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാ? അഷ്കടെക്. ഓക്കെ, എന്തുകൊണ്ടാണ്? റീസൺ എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം? പുള്ളി കാരണം വീഡിയോ ഒക്കെ നല്ല രസമാണ് കാണാൻ. മുത്ത നിനക്ക് ഞാനൊരു സിക്കപ്പ് മേടിക്കും. കുറച്ചുകൂടി സെലിബ്രിറ്റി ആയി. ബുദ്ധിയൊക്കെ വെച്ചു. എങ്ങനെ ബുദ്ധി വെച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കിയേ? ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ. കഴിഞ്ഞ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ശേഷം ഇപ്പൊ ബമ്പർശ്ശേരി ഹിറ്റാണ്, തൊടുന്നതെല്ലാം ഹിറ്റാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു. എന്താ അങ്ങനെ? AC അല്ലേ കൂളായിട്ടിരിക്കാൻ. എല്ലാരും കൊറിയ കാര്യല്ലേ ഇഷ്ടം? ഇല്ലില്ല, എനിക്ക് കുറച്ച് ചുരുളമുടി 90s കാര്യല്ല പറഞ്ഞേ. എല്ലാരും പറയാം എന്റെ നോട്ടം ഭയങ്കര പവർഫുൾ ആണ്. എന്താ കണ്ണസുഖമുണ്ടോ? എന്നാലും എങ്ങനെ സ്പോർട്ട്ലി സാധനം പറയുന്നത്? നമ്മള് ഭംഗിയുള്ളവരുടെ അടുത്തിരിക്കുമ്പോ വരുമല്ലോ പാടണം. ആ ചേട്ടന് നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി ആയതിനു ശേഷമുള്ള ക്രിസ്മസ്? ഞാൻ മാറിയെന്ന് വെച്ചാൽ ക്രിസ്മസ് മാറത്തില്ലല്ലോ. കുട്ടാ 25-ാം തീയതി കല്യാണം വരണേ. അപ്പൊ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആഘോഷിക്കും. അത് കാര്യാക്കണ്ട, ആർക്കും തന്നെ തിന്നാനും ഇതൊക്കെ പറയാനും വേണ്ടിട്ടോ. പോയിക്കോടി പോ. അല്ലളിയ നിന്റെ ദുബായ് പോക്ക് എന്തായി? പോവാ ആഗ്രഹമൊക്കെ ഉണ്ട്, ഈ തലതെറിച്ച സമ്മതിക്കണ്ടേ? അത് പറ്റി. ഞാൻ ഓരോ പാസ്പോർട്ട് എടുക്കും, ഈ നാറിയുണ്ട് അയ്യത്ത് കുഴിച്ചിടും. ഇനി ഇവിടെ കിളച്ചു നോക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. പ്രായത്തിന്റെ ഓരോ കുറുമ്പായിരിക്കും. ഇത് കുറുമ്പല്ല, ഇത് കഴപ്പ്. ഇത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ചെത്തുകാരൻ വന്നു. മാമ വെള്ളം. മാമ ഇത് വെച്ച് എന്തും വെട്ടാവോ? വേണ്ടാത്ത എന്തും വെട്ടാം. ശരിക്കും ഇന്നലെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്തത്. ഇവന്റെ അച്ഛനെവിടെ? അങ്ങനെ ഗൾഫിലെങ്ങാണ്ട്. ചുമ്മാ ഇവനെ കാരണം നാട് വിട്ടുപോയത്. ലീവിന് പോലും അങ്ങനെ കണ്ടിട്ടില്ല. എങ്ങനെ വരും? എന്താ ഞാനാ സ്പൈഡർമാൻ. സ്പൈഡർമാൻ അവിലൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ. ഞാൻ തന്റെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്ക്. बोलो ആൺകുട്ടീനെ 2 ആൺകുട്ടികൾ ലൈൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം, അത് പാടില്ല. എന്റെ കൂട്ടുകാരന്റെ പെണ്ണ് എന്ന് പറഞ്ഞ എന്റെ പെങ്ങളാണ്. ഞാൻ അപ്പോൾ എന്ത് വേണം, ഇത് നൈസായിട്ട് മാറ്റിട്ട് ക്ലാസ്സിലെ പുതിയ പെൺകുട്ടി വരുമ്പോൾ അവൾ നോക്കണം. അതാണ് ഇത് മാത്തമാറ്റിക്സ് ആണോ റൊമാൻറ്റിക്സ് ആണോ? നീ ആ വരുന്നവനെ കണ്ട ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞാൽ ഫുള്ള്. പക്ഷെ കമ്പനിക്ക് പോലും അറിയത്തില്ല ഇവിടുന്ന് എന്തിനാണ്. നൈക്കിന് നോക്ക്, നോക്കിന് നീക്ക്, പ്യൂമയ്ക്ക് പാമ. അഡിഡാസ് ഒരു ദിവസം ക്ലിയർ ആയിട്ട് ഇട്ടോണ്ട് വന്നു, പക്ഷെ അതിന്റെ എംബ്ലോ ഇല്ലേ, അതില്ല. ബൂമർ മാത്രം മതി. അരിയുണ്ടാ? ഓ ചേട്ടന്റെ അരിയുണ്ട വേണ്ട, പഴക്കമുള്ളതാ. ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. പലർക്കും അറിയില്ല ഇതിന്റെ പേര് എന്താണെന്ന്. ഇല്ല പേരറിയത്തില്ല. നമ്മളിവിടെ സുധാകരൻ IPS എന്നാണ് അതിനെ വിളിക്കുന്നത്. അവിടെ എന്താണാവോ പേര്? ഇതിന്റെ പേരാണ് മുറ്റ. ഓ മുട്ട, വെരി ക്യൂട്ട്. പിന്നെ ഇതിന്റെ കളർ വന്നിട്ട് വൈറ്റ് കളറാണ്. പലർക്കും അറിയില്ല. അയ്യോ, നമ്മളിവിടെയെല്ലാം ആകാശ നീല, തൈര് വെള്ള, കിളിപ്പച്ച, ചാണകപ്പച്ച, ഈ കളറിലാണ് നമുക്ക് മുട്ടകൾ വിരിയാറുള്ളത്.
പലയിടത്തും ഉണ്ടാവലില്ല ഈ വൈറ്റ് കളർ മുട്ട. ശരിയാ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. കാരണം നമ്മളിവിടെ കോഴിയൊക്കെ മൂട്ടുന്ന ഗുലാബ് ജാമാണ് തരുന്നത്. അയ്യോ, ഭയങ്കരം തന്നെ. സോ ഇത് ഒറ്റ വായിക്കിട്ട് കഴിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു സാഹസ്യമാണ്. ആ, ചേട്ടനെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എല്ലാം കയറി പോകും. ഒറ്റ വായിലും മുട്ടയായാലും കുക്കുംബർ വരെ വേണമെങ്കിൽ കയറി പോകുമായിരിക്കും. ചെറിയ കുട്ടികൾ ആരും ഇത് ട്രൈ ചെയ്യരുത്. ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ചെറിയ കുട്ടികളല്ല, വലിയ കുട്ടികളായാലും ഇന്നിപ്പോ മുട്ടയുടെ ട്രൈ ചെയ്യുന്നെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ഇത് കണ്ടെങ്കിൽ ഇരുന്നാ മതി, ട്രൈ ചെയ്യണ്ട. ആരും കൊതിവെക്കല്ലേ. അതിന്റെ ഇടയിൽ ഒരു 5 കിലോ ക്യൂട്ട്നസ് വാരി ഇടും. ആരും കൊതിവെക്കല്ല. മുട്ട മുട്ടയുടെ കൊട്ട. ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നുന്ന സമയത്ത്, നിങ്ങളുടെ കൂടെ ആരും ഇല്ലാന്ന് തോന്നുന്ന സമയത്ത്, എല്ലാവരും നിങ്ങളെ തള്ളി പറയുന്നു, നിങ്ങളെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗം ഇല്ലെന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും റൂമിൽ കയറിയിട്ട് കഥ അടച്ചിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കണം. ആ ചിന്തിച്ചിരിക്കുന്ന അത്ര നിമിഷമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് കറണ്ട് ബില്ലെങ്കിലും ലാഭം ഉണ്ടാക്കി കൊടുക്കും. എടി വഞ്ചകി കള്ളി, നീ എന്നെ ചതിച്ചല്ലേ? ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഒരു പേർച്ചക്കാരൻ മണഗുണാഞ്ച വന്നപ്പോ നിനക്കെന്നെ വേണ്ടല്ലേ? നിനക്ക് വേണ്ടി താടിയും മുടിയും വളർത്തിയ ഞാൻ നാട്ടുകാരെ മുമ്പിൽ കഞ്ചാവായി. ആ, ഇതാണല്ലേ പേർഷ്യ മുതലേ? അതെ, ഞാൻ തന്നെ. അവന്റെ മുടി കണ്ടാലേ അറിയാം ഏതോ ചപ്രാച്ചി വിൽക്കാണെന്ന്. ആര് പറഞ്ഞത് ചപ്രാച്ചി വിൽക്കാണെന്ന്? നീ മിണ്ടാതിരി. ഇത് വെസ്റ്റേൺ ഗെറ്റിന്റെ നല്ല ഒന്നാന്തര ഫസ്റ്റ് ക്വാളിറ്റി വിൽക്കാണ്. ഞാനല്ലേ വാങ്ങിച്ചു കൊടുത്തത്. ആ വിൽക്കായിരുന്ന ഇതാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. നീ ഒരു സത്യം പറട്ടാ, ഇത് വെപ്പായിരുന്നു. ഇതെന്തൊരു വിഗിന്റെ ആഡീസില്ല. ഞാനിപ്പോൾ ഈ ലൈവ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു പിക്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ കുട്ടായുടെ മിസ്സിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ലൈവ് വന്നത്. അല്ലെ നിങ്ങൾക്ക് ഋതുൽകുമാർ KV ചേട്ടാ ഒരു ഹായ് തരാമോ? എൻ്റെ പൊന്നി ഋതുൽകുമാരെ, ഞാനിപ്പോൾ ഒരു ഹായ് തരാൻ പറ്റിയ സിറ്റുവേഷനിലല്ല. ഞാൻ കുറച്ച് ഡാർക്ക് അടിച്ചിരിക്കുക. ഇതൊക്കെ ഒന്ന് മാറിയിട്ട് നിനക്ക് 2 or 3 പാക്കറ്റ് ഹായ് നിനക്ക് ഞാൻ എക്സ്പോർട്ട് ചെയ്ത് തരാം. അഞ്ജന മോഹൻ ഹായ് ഹായ്. അതിന്റെ ഇടയ്ക്ക് എന്താ പരിപാടിയെ? കുമ്മിയടി കുമ്മിയടി എന്നായിസ് ഒന്നോട് ഒരു ഇതിന് മുമ്പ് നമുക്ക് കമന്റ് ബോക്സ് നോക്കാം.